ഹലോ ഗൈസ്, ഞാൻ വിക്കി. ഇതെൻ്റെ പുതിയ ചാനലാണ്, ഫസ്റ്റ് വീഡിയോ. ഇങ്ങനെയൊരു ചാനലിൽ ഇതുപോലെ വീഡിയോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോൺസ്പിറസി തിയറീസിനെ പറ്റി, അതായത് ആളുകൾക്ക് വിശ്വസിക്കാൻ ചില ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയപ്പെടുന്ന എന്താ പറയുക, ഇപ്പോൾ ഈ ഗൂഢാലോചന ശാസ്ത്രം എന്ന് പറയത്തില്ലേ, അതിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഇനിയും കാര്യങ്ങൾ അറിയണം എന്നുണ്ട് എങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും കാലം നമ്മുടെ ലോകത്തെ പറ്റി അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ഈ ലോകം എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിച്ചതും അറിഞ്ഞതും കാണുന്നതുമായുള്ള കാര്യങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അതെല്ലാം മാറ്റി ജസ്റ്റ് ബ്ലാങ്കായി മാത്രം ഇതൊന്ന് കാണുക. അല്ലെങ്കിൽ ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്നും മാറ്റി വെച്ചിട്ട് മാത്രം കാണുക. അതുപോലുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എനിക്കിവിടെ സംസാരിക്കാനുള്ളത് ഇലുമിനാരി എന്നൊരു സീക്രട്ട് സൊസൈറ്റിനെ പറ്റിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ഒത്തിരി കാണുന്ന ഒരു വേർഡാണ് ഇലുമിനാരി. എന്താണ് ഇലുമിനാരി? അതിന് പ്രധാന കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഈ എന്താണ് പൃഥ്വിരാജിൻ്റെ അല്ല രാജുവേട്ടൻ്റെ അടുത്തിടെ ഇറങ്ങിയ ലൂസിഫർ, മെഗാ ഹിറ്റായ മൂവി ലൂസിഫറിൽ ഇലുമിനാരീസിനെ പറ്റി എന്തോ കുറച്ച് റെഫറൻസ്, ഇലുമിനാരി റെഫറൻസ് ഉണ്ട്. അതെന്താണ് എന്ന ആളുകൾക്ക് അറിയാനൊരു ആകാംക്ഷ വന്നിട്ടുണ്ട്. എന്താണ് ഇലുമിനാരി? ഓക്കെ, ഇലുമിനാരി എന്താണ് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ ലോകം, രാജുവേട്ടൻ തന്നെ രാജുവേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഫിലിം റിലീസാകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റാരുടെയോ ആർക്കിടെക്ചറാണ്. അത് തന്നെയാണ് ഇലുമിനാരി എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മറ്റാരോ ഉണ്ടാക്കിയതാണ്. അവരുടെ ഇഷ്ടങ്ങൾക്ക് അവർ ഡിസൈൻ ചെയ്തൊരു വേൾഡ്, അവർ ചിന്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർ എന്താണോ ഡിസൈൻ ചെയ്തത്, അവരെന്താണോ ആർക്കിടെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു. അവരുടെ ഇഷ്ടത്തിന് അവർ വിചാരിക്കുന്നു ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, ലോകം എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നു. എല്ലാം ലോകം ഫുൾ, എല്ലാ രാജ്യങ്ങളും ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അതാണ് ഇലുമിനാരി. ഇനിയുള്ള നമ്മുടെ മുമ്പിലെ ചോദ്യം, ആരാണ് ഇലുമിനാരീസ്? അവരിപ്പോഴും ഉണ്ടോ? അപ്പോൾ നമുക്ക് പറയാൻ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ആരാണ് ഇലുമിനാരീസ് എന്നുള്ളത്. ഓക്കെ, ആരാണ് ഇലുമിനാരി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ തുടക്കം എവിടെയായിരുന്നു എന്ന് പറയണം. ഓക്കെ, ഇലുമിനാരീസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും 1776 ഫ്രാൻസിലായിരുന്നു. 1776 ഫ്രാൻസിൽ ഒരു ജർമ്മൻ ഫിലോസഫർ, ആഡം വെഷ്പിറ്റ് എന്ന് പറയുന്നൊരു ജർമ്മൻ ഫിലോസഫർ 5 പേരെ വെച്ചിട്ട് തുടങ്ങിയിരിക്കുന്നതായിരുന്നു എന്താണ് ഇലുമിനാരി. 1776 അല്ലെങ്കിൽ 700 കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഫ്രാൻസ് അല്ലെങ്കിൽ വത്തിക്കാൻ, റോം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടെ ഭൂരിഭാഗം കൺട്രോള് ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ കയ്യിലായിരുന്നു. ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ വൈദികന്മാർ, അവരാണ് മതപരമായി ഒത്തിരി മുന്നോക്കം നിന്നിരുന്ന രാജ്യങ്ങളായിരുന്നുകൊണ്ടും അവിടുത്തെ സൊസൈറ്റിയിലെ ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ച് പോരുന്നതുകൊണ്ടും ക്രിസ്ത്യൻ മിഷണറീസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഈ ഇലുമിനാരി ഈ 5 പേരുമായി ചേർന്ന് മുന്നോട്ട് വരുന്നത് തന്നെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറം ശാസ്ത്രത്തിന് കൂടുതൽ മുന്നോക്കം കൊടുത്തുകൊണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി എതിർപ്പുകളുണ്ടായി. അതുകൊണ്ടാണ് അതൊരു സീക്രട്ട് സൊസൈറ്റി ആയിട്ട് തന്നെ തുടങ്ങിയതും മുന്നോട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. ഈ മതത്തിനെതിരെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, അവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ വന്നുകൊണ്ടാകാം എന്തോ 1787 എന്താണ് ഇവരെ ഇലുമിനാരീസിനെ ബാൻ ചെയ്യുകയും അവരെ മുന്നിൽ കിട്ടിയാൽ കൊന്നുകളയുക എന്നൊരു രീതിയിലേക്ക് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ മിഷണറീസ് വിചാരിച്ചു ഒരു പക്ഷേ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് തന്നെ അവർ കരുതി കാണാം. പക്ഷേ ഇലുമിനാരീസിനെ സംബന്ധിച്ച് ഇലുമിനാരി എന്ന് പറഞ്ഞ സീക്രട്ട് സൊസൈറ്റിയുടെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടം. അപ്പോൾ ബാൻ ചെയ്തതിന് ശേഷം പിന്നീട് കൂടുതൽ ശക്തരായ ആളുകൾ ഇലുമിനാരീസിലേക്ക് വന്നു. കൂടുതൽ ശക്തരായി എന്ന് പറഞ്ഞാൽ എല്ലാം കൺട്രോൾ ചെയ്യാവുന്ന ഒരു സൊസൈറ്റിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാം കൺട്രോൾ ചെയ്യാവുന്ന, ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാവുന്ന, പണം കൊണ്ടാണേലും പവർ കൊണ്ടാണേലും ബുദ്ധി കൊണ്ടാണേലും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ എവിടെ നിന്നാണ്, അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
13 ഫാമിലീസ്. ഇലുമിനാരീസിൻ്റെ ടോപ്പ് ലെയറിൽ നിൽക്കുന്ന ഒരു 13 ഫാമിലീസാണ്. ഇനി ആരാണ് ആ 13 ഫാമിലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആരാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതായിരിക്കും. ആ കമ്പനീസിൻ്റെ നെയിമുകൾ അല്ലെങ്കിൽ ആ 13 ഫാമിലീസിൻ്റെ പേരുകൾ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഇടാം. ഓക്കെ, ഉണ്ടാവും, ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ എന്താ പറയുക, ഈ 13 ഫാമിലീസ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു രാജ്യമേ ഉള്ളൂ നമ്മുടെ ലോകത്ത്. അത് ഇസ്രായേലാണ്. ഏറ്റവും ശക്തരായ ചാരസംഘടനയുള്ള മൊസാദിൻ്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന ഈ വൻ രാഷ്ട്രമായ അമേരിക്ക പോലും പേടിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേലിലെ ജൂതന്മാർ, അപ്പം ജൂതന്മാരുടെ ഫാമിലീസ് ആയിരുന്നു ഈ 13 ഫാമിലീസ്. അവർ ഇലുമിനാരീസിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നു, എല്ലാം കൺട്രോൾ ചെയ്യുന്നു, എല്ലാം അവരുടെ വരുതിയിൽ വന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇലുമിനാരീസ് എന്തിൻ്റെ ബലത്തിലാണ് ഇവർ ലോകരാഷ്ട്രങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അതിന് പ്രധാനമായ കാരണം ഇവരുടെ കുറേയൊക്കെ പണമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മൊസാദ് പോലുള്ള ചാരസംഘടനകൾ ഇവരുടെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് നമുക്ക് ഇലുമിനാരീസിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടും ഈ രാജ്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രാജ്യം അമേരിക്കയാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കൺട്രോൾ ഇലുമിനാരിയുടെ കയ്യിലാണ് എന്ന് നമുക്ക് തുറന്നു കാട്ടാവുന്ന കുറേ എവിഡൻസസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് അമേരിക്കൻ ഡോളറിൻ്റെ ബാക്ക് സൈഡിൽ ഇലുമിനാരിയുടെ ഒരു ലോഗോ ഉണ്ട്. ഇലുമിനാരിയുടെ ലോഗോ ഒരു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാണ്. ഒരു ട്രയാങ്കിളിനകത്ത് ഒരു കണ്ണ്, ദ ഐ വിച്ച് സീസ് എവറിത്തിങ്, ഓൾ സീയിങ് ഐ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ആ കണ്ണിൻ്റെ അല്ലെങ്കിൽ ആ ലോഗോയുടെ അമേരിക്കയുടെ നോട്ടിൻ്റെ $1 നോട്ടിൻ്റെ പുറകിലുള്ള ആ ലോഗോയുടെ താഴെ ഒരു സെൻറ്റൻസ് കൂടെ എഴുതിയിട്ടുണ്ട്, നൊവുസ് ഓർഡോ സെക്ലോറം. നൊവുസ് ഓർഡോ സെക്ലോറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലുമിനാരിയുടെ അജണ്ട, പ്രധാന അജണ്ടയായ ന്യൂ വേൾഡ് ഓർഡർ, അവരെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ലോകം, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. Is more than one small country. It is a big idea, a new world order where diverse nations are drawn together in common cause to achieve the universal aspirations of mankind: peace and security, freedom and the rule of law. ഇപ്പോൾ നിങ്ങൾ ന്യൂ വേൾഡ് ഓർഡറിനെ പറ്റി ബുഷ് കണ്ടല്ലോ. അതുകൂടാതെ അമേരിക്കൻ പ്രസിഡൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഇവരാണ് എന്നുള്ളതിന് ഒരു പ്രൂഫാണ്. അതേ നോട്ടിൽ തന്നെയുള്ള ഈ പറയുന്ന പോലെ താഴെ ലോഗോയുടെ താഴെ ന്യൂ വേൾഡ് ഓർഡർ എന്ന് എഴുതിയിരിക്കുന്ന പോലെ മുകളിൽ അനിറ്റ് കോപ്റ്റസ് എന്നൊരു സെൻറ്റൻസ് കൂടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓൺലി പ്രസിഡൻസ് അലൗഡ്. ഇത് മൂന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓൺലി പ്രസിഡൻസ് അലൗഡ്, ന്യൂ വേൾഡ് ഓർഡർ, ഇലുമിനാരി ലോഗോ, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ കണ്ട ബുഷിൻ്റെ സ്പീച്ചിലെ ന്യൂ വേൾഡ് ഓർഡറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത് നാലും കൂടെ നോക്കുമ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ചിലപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആകാതിരിക്കാം. ഞാനെന്തായാലും എനിക്ക് തോന്നുന്നില്ല അത് ഇത്രയും വലിയൊരു കോയിൻസിഡൻസ്. ഇത് പ്രത്യേകിച്ച് ഇതുപോലൊരു സീക്രട്ട് സൊസൈറ്റീനെ പറ്റി അമേരിക്കയുടെ നോട്ടിലെ കാര്യമാണ് പറയുന്നത്. അമേരിക്കൻ ഗവൺമെൻറ് അടിച്ചിറക്കിയ, അവരുടെ ബാങ്ക് അടിച്ചിറക്കിയ അമേരിക്കൻ $1 നോട്ടിലെ തെളിവുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇലുമിനാരീസിനെ സംബന്ധിച്ച് അവരെപ്പോഴും അവർക്കെതിരെ നിൽക്കുന്നവരെ വെട്ടി വീഴ്ത്തി മാത്രമേ മുന്നോട്ട് പോയിരുന്നുള്ളൂ. നമുക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ തെളിവുകളില്ലാത്ത കാര്യമാണ്. അതായത് എഴുതി വയ്ക്കപ്പെട്ട തെളിവുകൾ യാതൊന്നുമില്ല. പക്ഷേ ഡാർക്ക് വെബ് സൈറ്റുകളിൽ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പല പ്രമുഖരുടെയും മരണത്തിന് പിന്നിൽ ഇലുമിനാരീസ് ആണ് എന്നുള്ളത്. ഓക്കെ, അത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും. ഒന്ന് നമ്മുടെ ജോൺ എഫ് കെന്നഡി, എബ്രഹാം ലിങ്കൺ, ബോബ് മാർലി തുടങ്ങി നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജീവ് ഗാന്ധിയുടെയും നേതാജിയുടെയും വരെ മരണത്തിന് പിന്നിൽ ഇലുമിനാരീസ് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്.